നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. വാർത്തകൾ നോക്കി വരാം അതിവേഗത്തിൽ. സിപിഐഎമ്മിനെതിരായ കള്ളപ്രചാരണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയുമെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ. സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റി തള്ളിക്കളഞ്ഞുവെന്ന വാർത്ത ശുദ്ധ അസംബന്ധം. തെറ്റായ പ്രചരണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയും. കള്ളപ്രചാരണങ്ങൾ കൊണ്ട് SFIയെ തകർക്കാനാവില്ല. കോൺഗ്രസിലെ കൂടോത്ര വിവാദം കേരളത്തിന് തന്നെ നാണക്കേടെന്ന് ഗോവിന്ദൻ മാസ്റ്റർ. ക്ഷേമ പെൻഷനിൽ പ്രതികാര നടപടി തുടർന്ന് കേന്ദ്രം. വാർദ്ധക്യകാല വികലാംഗ വിധവാ പെൻഷൻ നൽകുന്നതിനായി സംസ്ഥാനം നൽകുന്ന തുകയും വിതരണം ചെയ്യാതെ കേന്ദ്രം മുടക്കുന്നത് 6.88 ലക്ഷം പേരുടെ പെൻഷൻ. നൽകുന്ന കേന്ദ്രവിഹിതം മുടക്കിയിട്ടും നിർണായക ഇടപെടലുമായി സംസ്ഥാന സർക്കാർ. NHM ജീവനക്കാർക്കും ആശാവർക്കർക്കുമായുള്ള ശമ്പളത്തുകയായി 55 കോടി അനുവദിച്ച സംസ്ഥാനം. തടസ്സങ്ങൾ പറഞ്ഞ് കേന്ദ്ര സർക്കാർ വലയ്ക്കുന്നത് ലക്ഷക്കണക്കിന് പെൻഷൻകാരെയെന്ന് മന്ത്രി KN ബാലഗോപാൽ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മിഴി തുറക്കുന്നു. കണ്ടെയ്നറുകളുമായി മദർഷിപ്പ് ഈ മാസം 12-ന് വിഴിഞ്ഞത്ത്. ട്രയൽ റൺ ഒരുക്കങ്ങളിൽ സർക്കാർ. കേരളത്തിന്റെ വികസന കുതിപ്പിന് സഹായകമാകുന്ന പദ്ധതിയെന്ന് VN വാസവൻ. വ്യാജ പ്രചാരണങ്ങൾക്ക് SFIയെ തകർക്കാനാവില്ലെന്ന് PM ആർഷോ. ക്യാമ്പസുകളിൽ KSU നടത്തുന്നത് VD സതീശന്റെ നിർദ്ദേശപ്രകാരമുള്ള അക്രമങ്ങൾ. RSS അജണ്ട നടപ്പാക്കാനുള്ള ഗവർണറുടെ ശ്രമങ്ങളെ ശക്തമായി ചെറുക്കുമെന്നും ആർഷോ. പുതുചരിത്രമെഴുതി ബ്രിട്ടൻ. 14 വർഷത്തിന് ശേഷം ബ്രിട്ടനിൽ ലേബർ പാർട്ടി അധികാരത്തിലേക്ക്. കെയർ സ്റ്റാർമർ പ്രധാനമന്ത്രിയാകും. രാജി സമർപ്പിച്ച ഋഷി സുനക്. മലയാളി സോജൻ ജോസഫ് ലേബർ പാർട്ടി MP. അർജന്റീന കോപ്പ അമേരിക്ക സെമിയിൽ. ഇക്വഡോറിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ചു. പെനാൽറ്റി പാഴാക്കി മെസ്സി. യൂറോ ക്വാർട്ടറിൽ ഇന്ന് സ്പെയിൻ, ജർമ്മനി, പോർച്ചുഗൽ, ഫ്രാൻസ് ക്ലാസിക്. ആലപ്പുഴയിൽ സ്കൂട്ടറിൽ ട്രിപ്പിൾസ് അടിച്ച് സാഹസിക യാത്ര. മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു. സംഭവത്തിൽ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് ജോയിന്റ് RTO. നീറ്റ് PG പരീക്ഷയുടെ പുതുക്കിയ തീയതി പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 11-ന് പരീക്ഷ നടത്തുമെന്ന് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ്. നീറ്റ് UG പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഇടുക്കി അടിമാലിയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. അടിമാലി കുമളി സംസ്ഥാന പാതയിലാണ് സംഭവം. ഡ്രൈവറുടെ സമയോചിത ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് MDMAയുമായി 3 പേർ പിടിയിൽ. 100 ഗ്രാം MDMAയും 1.5 കിലോ കഞ്ചാവുമായാണ് പിടികൂടിയത്. നോയിഡയിലെ ലോജിക്സ് മാളിൽ തീപിടുത്തം. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മാളിൽ നിന്ന് ആൾക്കാരെ പൂർണ്ണമായും ഒഴിപ്പിച്ചു. തീപിടുത്തത്തിനുള്ള കാരണങ്ങൾ വ്യക്തമായിട്ടില്ല. UDF
ഭരിക്കുന്ന പെരുമ്പാവൂർ അർബൻ സഹകരണ സംഘത്തിലെ വായ്പാ തട്ടിപ്പ് നടപടി ആവശ്യപ്പെട്ട് CPIM. സ്വത്തുക്കൾ കണ്ടുകെട്ടണം, തട്ടിപ്പിന് കൂട്ടുനിന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യം. കോട്ടയം നഗരത്തിലെ ആകാശപാതയ്ക്കെതിരെ പ്രത്യക്ഷ സമരവുമായി CPIM. കോട്ടയം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം. ഈ മാസം 6-ന് ജനകീയ മാർച്ച് നടത്തും. എറണാകുളം തിരുമാറാടി കാക്കൂർ ഗ്രാമത്തിൽ നിന്നുള്ള കപ്പ കടൽ കടക്കുന്നു. ഭക്ഷ്യ സംസ്കരണ കമ്പനിയായ കാസ്കോയുടെ മലബാർ ടിപ്പിയൊക്കെയാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് അയക്കുന്നത്. അട്ടപ്പാടിയിലെ ഭിന്നശേഷി കുട്ടികൾക്ക് സഹായവുമായി MA യൂസഫ് അലിയുടെ ലുലു ഗ്രൂപ്പ്. ദയശ്രേയ ചാരിറ്റബിൾ റീഹാബിലിറ്റേഷൻ സൊസൈറ്റി നടത്തുന്ന സജീബ് ഇസ്ന ദമ്പതികൾക്കാണ് ലുലു ഗ്രൂപ്പ് കൈത്താങ്ങായത്. സംസ്ഥാനത്ത് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെയും ദന്തൽ കോളേജുകളിലെയും ഹൌസ് സർജൻമാരുടെയും റെസിഡൻസ് ഡോക്ടർമാരുടെയും സ്റ്റൈപ്പൻഡ് വർദ്ധിപ്പിച്ചു. ഈ മാസം മുതൽ പ്രാബല്യത്തിലാകുമെന്ന തരത്തിലാണ് ഉത്തരവ്. കൊയിലാണ്ടി ഗുരുദേവ കോളേജ് പ്രിൻസിപ്പലിനെതിരെ പരാതിയുമായി അധ്യാപിക. പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കറിനെതിരെയാണ് പരാതി. ഏകാധിപത്യം ചോദ്യം ചെയ്തതിന് മാനസികമായി പീഡിപ്പിച്ചെന്നും ജോലിയിൽ നിന്നും പുറത്താക്കിയെന്നും അധ്യാപിക. കോഴിക്കോട് നഗരത്തിൽ ചായക്കടയ്ക്ക് തീപിടിച്ചു. മുതലക്കുളത്തെ ചായക്കട കത്തി നശിച്ചു. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതെന്ന് വിവരം. തൃശൂർ ജില്ലയിലെ മാടക്കത്തറ പഞ്ചായത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. പന്നികളെ കള്ളിംഗ് ചെയ്ത് മറവ് ചെയ്യാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. മാന്നാർ കൊലപാതക കേസിൽ പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകൾ ശേഖരിക്കാൻ പോലീസ്. മാന്നാറിലെ പ്രാദേശിക ജനപ്രതിനിധികളുടെ മൊഴികൾ ശേഖരിച്ചു. കോഴിക്കോട് UDFന്റെ കീഴിലുള്ള സഹകരണ സൊസൈറ്റിയിൽ കോടികളുടെ വെട്ടിപ്പ് നടന്നതായി പരാതി. ഡയറക്ടർമാരടക്കമുള്ളവർ ലോൺ എടുത്ത തുക തിരിച്ചടയ്ക്കാത്തതാണ് കാരണമെന്നാണ് സൊസൈറ്റി അധികൃതരുടെ മറുപടി. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള, തമിഴ്നാട് തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യത. സൈബർ തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കാൻ പോലീസ് നിർദ്ദേശം. കുട്ടികളെ ഉൾപ്പെടെ കെണിയിലാക്കുന്നുണ്ടെന്നും കോഴിക്കോട് നഗരപരിധിയിൽ ഈ വർഷം ഇതുവരെ 500-ലേറെ സൈബർ തട്ടിപ്പ് പരാതികൾ ലഭിച്ചതായും പോലീസ്. സംസ്ഥാനത്ത് കോഴികളിലും താറാവിലും കണ്ട പക്ഷിപ്പനി മറ്റു പക്ഷികളിലേക്കും പകരുന്നുണ്ടെന്ന് മന്ത്രി P. പ്രസാദ്. കന്നുകാലികളുടെ സാമ്പിൾ ശേഖരിച്ചു. പരിശോധനാ ഫലം നെഗറ്റീവ് ആയിരുന്നുവെന്നും മന്ത്രി. കോഴിക്കോട് മുക്കത്ത് KSRTC ബസിന്റെ ടയറിന് തീപിടിച്ചു. മുക്കം പോലീസ് സ്റ്റേഷന് സമീപമാണ് സംഭവം. കാസർഗോഡ് മഞ്ചേശ്വരത്ത് ഗ്രഹനാഥനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ കാപ്പ കേസ് പ്രതികൾ പിടിയിലായി. കാർ ആവശ്യപ്പെട്ടപ്പോൾ നൽകാത്തതിനെ തുടർന്നാണ് 4-അംഗ സംഘം ഗ്രഹനാഥനെ വധിക്കാൻ ശ്രമിച്ചത്.
യശ്വന്ത്പുരം മലയാളി കൂട്ടായ്മയായ കേളി ബാംഗ്ലൂർ എന്ന പേരിൽ സംഘടന രൂപീകൃതമായി. സംഘടനാ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. പ്ലാവിൽ കയറുന്നതിനിടെ കാൽ വഴുതി വീണ് കട്ടപ്പന എലൈറ്റ് പടി വള്ളിയാം തടത്തിൽ ജോഷി മരിച്ചു. കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോട്ടയം കാരിത്താസിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വയനാട് ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ സാമ്പത്തിക സുരക്ഷാ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ പോലീസ് മേധാവി T. നാരായണൻ IPS പരിപാടി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം തിരൂരിൽ കുഴൽപ്പണം പിടികൂടി. വാഹനത്തിൽ കടത്തുകയായിരുന്ന 30 ലക്ഷം രൂപയാണ് പോലീസ് പിടികൂടിയത്. തലക്കടത്തൂർ സ്വദേശി അബ്ദുള്ള വടക്കിനിയടത്ത് അറസ്റ്റ്. MSME പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് വൈസ് ചെയർമാൻമാരായ ഡോക്ടർ റെജി ജോസഫ് മേലോട്ട് കുന്നേൽ, സജീദ് കോയക്കുഞ്ഞു എന്നിവരെ തെരഞ്ഞെടുത്തു. പുതിയ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ ഉൽപാദന മേഖലയിൽ തുടങ്ങുന്നതുൾപ്പെടെ സ്വച്ഛ് ഭാരത് മിഷനിൽപ്പെടുന്ന പദ്ധതികളാണ് MSME പ്രൊമോഷൻ കൗൺസിൽ വിഭാവനം ചെയ്യുന്നത്. ഏഷ്യയിലും ഓസ്ട്രേലിയയിലും സന്ദർശനത്തിനൊരുങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജൂലൈ 8 മുതൽ 10 വരെയാണ് സന്ദർശനം. സന്ദർശനത്തിന്റെ ഭാഗമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായും മോദി കൂടിക്കാഴ്ച നടത്തും. പാർലമെന്റിൽ വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പ്രസ്താവന നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJP MP അനുരാഗ് ഠാക്കൂറിനുമെതിരെ നടപടി ആവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകി കോൺഗ്രസ് MP മാണിക്കം ടാഗോർ. ബീഹാറിൽ വീണ്ടും പാലം തകർന്നു വീണു. സരൺ ജില്ലയിൽ ഖണ്ഡകി നദിക്ക് കുറുകെയുള്ള പാലമാണ് തകർന്നത്. ബീഹാറിൽ 15 ദിവസത്തിനിടെ തകർന്നു വീഴുന്നത് 10ാമത്തെ പാലം. കശ്മീരിലെ കത്വയിൽ പശുക്കിടാവ് വണ്ടിയിടിച്ച് ചത്തതിനെ തുടർന്ന് ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം. ഗോരക്ഷകരെന്ന് അവകാശപ്പെട്ടെത്തിയ സംഘമാണ് ആക്രമിച്ചത്. ഗുരുതരമായി പരുക്കേറ്റ ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. BJP നേതാവ് കിരോടിലാൽ മീണ രാജസ്ഥാൻ മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചു. തനിക്ക് ചുമതലയുണ്ടായിരുന്ന 7 ലോക്സഭാ സീറ്റുകളിൽ ഏതിലെങ്കിലും തോൽവിയുണ്ടായാൽ രാജിവെക്കുമെന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെയാണിത്. രാജസ്ഥാനിലെ കോട്ടയിൽ 16 വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ബീഹാർ നളന്ദ സ്വദേശിയാണ് മരണപ്പെട്ടത്. ആത്മഹത്യയെന്ന് പോലീസ്. അറ്റ്ലാന്റ് സംവാദത്തിൽ താൻ പിന്നോട്ടു പോയെന്ന് സമ്മതിച്ച് US പ്രസിഡന്റ് ജോ ബൈഡൻ. എന്നാൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറില്ലെന്നും മത്സരരംഗത്ത് തുടരുമെന്നും ബൈഡൻ. ഹമാസ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ ബന്ധിമോചന നിർദ്ദേശം തങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. മധ്യസ്ഥ ചർച്ചകൾക്ക് ഈജിപ്തിനെയും ഖത്തറിനെയും തുർക്കിയെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും നെതന്യാഹു. ഓസ്ട്രേലിയയിലെ ഭരണകക്ഷിയായ ലേബർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച സെനറ്റർ ഫാത്തിമ പെമാൻ ഫലസ്തീൻ രാഷ്ട്രത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് പാർലമെന്റിൽ വോട്ട് ചെയ്തതിന് പിന്നാലെയാണ് രാജി. ഇസ്രായേൽ സൈനികർ കൂടി ഹമാസിന്റെ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ യുദ്ധ ടാങ്കിന് നേരെ ഹമാസ് തൊടുത്തുവിട്ട്
ടാങ്ക് വേദ മിസൈൽ പതിച്ചാണ് ഒരാൾ കൊല്ലപ്പെട്ടത്. മറ്റൊരാൾ കുത്തേറ്റും വേറൊരാൾ ഏറ്റുമുട്ടലിലുമാണ് മരിച്ചത്. ഇസ്രായേലിലേക്ക് 200 റോക്കറ്റുകളും 20 ഡ്രോണുകളും ഉപയോഗിച്ച് വ്യാപക ആക്രമണം നടത്തിയതായി ലബനാൻ സായുധ സംഘം ഹിസ്ബുല്ല. സംഭവം സ്ഥിരീകരിച്ച് ഇസ്രായേൽ സേന. ഇസ്രായേലിൽ വെസ്റ്റ് നൈൽ വൈറസ് ബാധിച്ച കൊതുകുകളെ കണ്ടെത്തി. ഇസ്രായേൽ പരിസ്ഥിതി സംരക്ഷണ മന്ത്രാലയവും ആരോഗ്യ മന്ത്രാലയവും സംയുക്തമായി നടത്തിയ നിരീക്ഷണ ഓപ്പറേഷനിലാണ് കൊതുകുകളെ കണ്ടെത്തിയത്. കുവൈറ്റ് തീപിടുത്തത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ജീവനക്കാർക്കെല്ലാം അടിയന്തര ധനസഹായം വിതരണം ചെയ്തെന്ന് NBTC മാനേജ്മെന്റ്. വിതരണം ചെയ്തത് നേരത്തെ പ്രഖ്യാപിച്ച 1000 കുവൈറ്റ് ദിനാർ. കുവൈറ്റിലെ ബഹുനില കെട്ടിടങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട നിയമത്തിൽ ഭേദഗതി വരുത്തി മുനിസിപ്പാലിറ്റി. പുതിയ ഉത്തരവ് പ്രകാരം സ്വകാര്യ പാർപ്പിട മേഖലയിലല്ലാതെ സ്ഥിതി ചെയ്യുന്ന കെട്ടിടങ്ങളിലെ ഗ്രൗണ്ട് ഫ്ലോറുകൾ വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം. അറുപത്തിമൂവായിരം കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിച്ചതിനുള്ള ക്യാമ്പയിനുകൾക്ക് തുടക്കം കുറിച്ച് ഒമാൻ പരിസ്ഥിതി അതോറിറ്റി. തൈകൾ നടുക ഒമാനിലെ ഖോർഖാവിയിൽ. അത്യാധുനിക ലോകത്ത് AI എന്ന വിഷയത്തിൽ ഒമാനിൽ ദ്വിദിന ശില്പശാല സംഘടിപ്പിച്ചു. മസ്കറ്റിലെ W ഹോട്ടലിൽ നടന്ന ശില്പശാലയിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. യുഎഇയിലെ മഴക്കെടുതിയിൽ സേവന പ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്തവരെ അനുമോദിച്ചു. പരിപാടി സംഘടിപ്പിച്ചത് നൌഷാദ് നാമധാരികളുടെ കൂട്ടായ്മയായ നൌഷാദ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ. നൌഷാദ് കട്ടൻ ബസാർ, നൌഷാദ് ഫറൂഖ് പേട്ട എന്നിവരെയാണ് ആദരിച്ചത്. കൈരളി ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അവധിക്കാല പഠന ക്യാമ്പ് വെള്ളിയാഴ്ച കൈരളി ഹാളിൽ വെച്ച് നടക്കും. വായന, എഴുത്ത്, ചിത്രം, നാടകം, സംഗീതം, നാടൻ കലകൾ തുടങ്ങിയ സർഗാത്മക സാധ്യതകളെ ജീവിത നൈപുണ്യ വികാസത്തിനായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് ക്യാമ്പിന്റെ ലക്ഷ്യം. മികച്ച സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി അബുദാബി കേരള സോഷ്യൽ സെന്ററിന് അബുദാബി പോലീസിന്റെ ആദരം. ഷാബിയ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഷാബിയ പോലീസ് മേധാവി മുസബ അൽ ഖത്രിയിൽ പ്രശസ്തി പത്രവും മൊമന്റയും സ്വീകരിച്ചു. കൊല്ലം പട്ടാഴിയിൽ അജിതകുമാരിയുടെ കുടുംബത്തിന് പ്രതിഭാ സാന്ത്വനം ഫണ്ടിൽ നിന്നുള്ള മരണാന്തര സഹായമായ 2 ലക്ഷം രൂപ കൈമാറി. പട്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും CPIM ലോക്കൽ കമ്മിറ്റി അംഗവുമായ അശോകൻ തുക കൈമാറി. തന്റെ കരിയറിലെ 25ാമത്തെ ചിത്രവുമായി നടൻ ഷൈൻ നിഗം. സ്പോർട്സ് ആക്ഷൻ മോഡിൽ ഒരുങ്ങുന്ന ഒരു മാസ് എന്റർടൈനർ ആയിരിക്കും ഈ പുതിയ സിനിമ. ചിത്രത്തിന് പേരിട്ടിട്ടില്ല. കമൽഹാസൻ ശങ്കർ ടീമിന്റെ ഇന്ത്യൻ 2 ജൂലൈ 12 തിയേറ്ററുകളിലേക്ക്. ഇന്ത്യൻ 2ാം ഭാഗത്തേക്കാൾ 3ാം ഭാഗമാണ് തനിക്കിഷ്ടമെന്ന് നടൻ കമൽഹാസൻ. അതേസമയം ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് വിദേശത്ത് ആരംഭിച്ചു കഴിഞ്ഞു. പ്രഭാസ് ചിത്രം കൽക്കിക്കെതിരെ വിമർശനവുമായി നടൻ മുകേഷ് ഖന്ന. ചിത്രത്തിന്റെ ആദ്യ പകുതി തീർത്തും ബോറാണെന്നും പുരാണ കഥകൾ മാറ്റാൻ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ശ്രമിക്കുന്നുവെന്നും മുകേഷ് ഖന്ന.
ആനന്ദ് അംബാനിയുടെ വിവാഹത്തിന് പാടാൻ ഗായകൻ ജസ്റ്റിൻ ബീബർ ഇന്ത്യയിലെത്തി. കനത്ത സുരക്ഷയിലായിരുന്നു ജസ്റ്റിൻ ബീബറിന്റെ വരവേൽപ്പ്. ജൂലൈ 12-ന് ബാന്ദ്ര കുർല കോംപ്ലക്സിലെ ജിയോ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് വിവാഹ ചടങ്ങുകൾ. തിയേറ്ററുകളിൽ വീണ്ടും പൊട്ടിച്ചിരി ഉയർത്താൻ ബേസിൽ ജോസഫ് എത്തുന്നു. ബേസിൽ നായകനായി എത്തുന്ന പുതിയ ചിത്രം മരണമാസിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. ഹ്യൂമർ തീമിൽ ഒരുങ്ങുന്ന ചിത്രമാണിതെന്ന് റിപ്പോർട്ട്. സ്വിച്ച് ഓൺ കർമ്മം നടൻ ടൊവിനോ തോമസ് നിർവഹിച്ചു. മലയാളത്തിലേക്ക് പുതിയൊരു ഹൊറർ ചിത്രം കൂടി. നവാഗതനായ ടിനുസ് തിരക്കഥയെഴുതി സംവിധാനം ചെയ്യുന്ന അയാമിന്റെ സ്വിച്ച് ഓൺ ക്രമം നടന്നു. ശ്രീജിത്ത് രവി, മാലാ പാർവതി, ടി ജി രവി തുടങ്ങിയ മുൻനിര താരങ്ങൾ ചിത്രത്തിൽ വേഷമിട്ടുവെന്നും റിപ്പോർട്ട്. കൽക്കിയിൽ അമിതാഭ് ബച്ചന്റെ പ്രകടനത്തെ പ്രശംസിച്ച് മകൻ അഭിഷേക് ബച്ചൻ തന്റെ ഔദ്യോഗിക എക്സിലൂടെയാണ് പ്രശംസിച്ചിരിക്കുന്നത്. കൽക്കിയിൽ അശ്വത്ഥാമാവായിട്ടാണ് അമിതാഭ് എത്തിയത്. നിഷാദ് സാരംഗ് കേന്ദ്ര കഥാപാത്രമായി എത്തിയ ചിത്രം എഴുത്തോല തിയേറ്ററുകളിലേക്ക്. നവാഗതനായ സുരേഷ് ഉണ്ണികൃഷ്ണനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. സാധാരണക്കാരായ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ചില സംഭവങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം. സൂരജ് ടോം സംവിധാനം ചെയ്ത ചിത്രം വിശേഷം ജൂലൈ 19-ന് തിയേറ്ററുകളിലേക്ക്. ചിന്നു ചാന്ദിനിയും ആനന്ദ് മധുസൂദനനുമാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയത്. ചിത്രത്തിലെ ഗാനങ്ങളടക്കം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. റിയൽമി ആരാധകർക്ക് സന്തോഷ വാർത്ത. റിയൽമി 13 പ്രോ സീരീസ് 5G ഇന്ത്യയിൽ ഉടൻ അരങ്ങേറ്റം കുറിക്കും. ഔദ്യോഗിക ലോഞ്ച് തീയതി ഉടൻ ലഭിക്കുമെന്ന് സ്ഥിരീകരണം. ജിയോയുടെയും എയർടെലിന്റെയും മൊബൈൽ താരിഫുകളിൽ വർധന. പുതുക്കിയ വിലകൾ ഇപ്പോൾ അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആണ്. താരിഫുകളിൽ 25 മുതൽ 21% വരെയാണ് വർധന. മോട്ടോറോള റൈസർ 15 അൾട്ര ഇന്ത്യയിൽ അവതരിപ്പിച്ചു. 1 ലക്ഷം രൂപയിൽ താഴെയാണ് ഡിവൈസിന്റെ വില. മികച്ച ഡിസൈൻ, IP റേറ്റിംഗ് എന്നിവ അടങ്ങിയതാണ് ഈ പുതിയ മോഡൽ. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.